ഹലോ നമസ്കാരം, ഞാൻ സുനിൽ ഇടമുറി. ഇന്ന് ഈ വീഡിയോയിലൂടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് മെമ്പർഷിപ്പ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുമ്പോൾ ഇത് എത്രമാത്രം പവർഫുൾ ആയിട്ട് മാറുന്നു എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് എന്നത് ലോകത്ത് ഏറ്റവും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മോഡലാണ്. മോസ്റ്റ് പവർഫുൾ ബിസിനസ് ആണ്. എവറി മന്ത് പാസീവ് ഇൻകം ഇവിടെ ലഭിക്കുന്നുണ്ട്. റിസ്ക് ഫ്രീ ആയിട്ട് ഉള്ള ഒരു ബിസിനസ് ആണ്. 100% ടീം വർക്കാണ് നമുക്ക് ഇതിലൂടെ നേടാൻ പറ്റുന്നത്. ഇത് ഒരിക്കലും ഫെയിൽ ആകാത്ത ഒരു പ്രോഗ്രാമാണ്. എവരി മന്ത് മണി ജനറേഷൻ ഉള്ളതുകൊണ്ട് ഇത്തരം സിസ്റ്റങ്ങളിലൂടെ വളരെയധികം ആളുകൾക്ക് എവരി മന്ത് ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. പല കമ്പനികളും ഇന്ന് ഇന്ത്യയിൽ വർക്കിംഗ് ആണ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനീസ്. അത് മെമ്പർഷിപ്പ് ബേസ്ഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാനുമായിട്ടുള്ള കമ്പനികളെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഒന്നാമത് വരുന്നത് ഓൺ പാസീവ്, രണ്ടാമത് ജാ ലൈഫ് സ്റ്റൈൽ, മൂന്നാമത് ആർ നെറ്റ്വർക്ക്. ഇന്ത്യൻ കമ്പനിയായിട്ടുള്ള സോബാക്സ്, അത് പ്യൂർ ഇന്ത്യൻ കമ്പനിയാണ്. ഓൺ പാസീവ് ലോഞ്ച് ആയിട്ടില്ല, ജാൻ ലൈഫ് സ്റ്റൈൽ ഇതുവരെ ലോഞ്ച് ആയിട്ടില്ല, ആർ നെറ്റ്വർക്ക് ഓൾറെഡി ലോഞ്ച് ആയിട്ടുണ്ട്. സോബാക്സ് നവംബർ ലാസ്റ്റ് വീക്കിലാണ് ലോഞ്ച് ആകുന്നത്. സോബാക്സിലൂടെ PLR പ്രൊഡക്റ്റുകളാണ് ലഭിക്കുന്നത്. PLR പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ലേബൽ റൈറ്റ്സ് ആണ്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടത്തിന് അത് മോഡിഫൈ ചെയ്ത് വിൽക്കാൻ പറ്റുന്ന ലൈസൻസ് ആണ് അവിടെ കിട്ടുന്നത്. ഇത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. ഓൺ പാസീവില് ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആണ്, അത് മാർക്കറ്റിംഗ് ടൂളുകളാണ് അവിടെ ലഭിക്കുന്നത്. ജാൻ ലൈഫ് സ്റ്റൈല് മാഗസിൻ ആണ്, അതും ഡിജിറ്റൽ ആണ്. ആർ നെറ്റ്വർക്കിൽ ഫിസിക്കൽ പ്രൊഡക്റ്റ് ആണ്, പെൻ ആൻഡ് ഡയറി ആണ് അവർക്ക് ലഭിക്കുന്നത്. അഫിലിയേറ്റ് കമ്മീഷൻ ഇവിടെ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് റെഫറൽ ഇൻകം എന്ന് പറയുന്നത്, ഈ 4 കമ്പനികളിൽ സോബാക്സിൽ മാത്രമാണ് ഡയറക്റ്റ് കമ്മീഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അഫിലിയേറ്റ് കമ്മീഷൻ ലഭിക്കുന്നത്. 40% ആണ് ലഭിക്കുന്നത്. അതായത് 400 രൂപ, 1000 രൂപ പ്ലസ് GST ആണ് സോബാക്സിലെ മെമ്പർഷിപ്പിന് വേണ്ടി ആവശ്യമുള്ളത്. ഇത്ര പേരെ വേണമെങ്കിൽ ഡയറക്റ്റ് റെഫർ ചെയ്യാം. ഓരോ മെമ്പർ നിങ്ങളുടെ ത്രൂവിലെ ജോയിൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 40%, അതായത് 400 രൂപ വീതം എവരി ഡയറക്റ്റ് റെഫറിൽ നിന്ന് നിങ്ങൾക്ക് കമ്മീഷൻ നേടാൻ പറ്റും. ഓൺ പാസീവില് 7700 രൂപ പ്ലസ് GST ആണ്. ജാ ലൈഫ് സ്റ്റൈൽ 4500 രൂപ അപ്രോക്സിമേറ്റ് വരുന്നുണ്ട്. ആർ നെറ്റ്വർക്കിൽ 5300 രൂപ ഇൻക്ലൂഡിംഗ് GST ആണ്. ഈ 3 കമ്പനികൾക്കും ഡയറക്റ്റ് റെഫറൽ കമ്മീഷൻ ഇല്ല എന്നതാണ് വളരെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് കമ്പനി ഫസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ് സോബാക്സ്. ടുഡേ ടുമോറോ ഫോറെവർ, വർക്കിംഗ് ബേസ്ഡ് ഓൺ മെമ്പർഷിപ്പ് ആൻഡ് സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. ഇവിടെ സോബാക്സിന്റെ ഒരു ഡിജിറ്റൽ ലൈബ്രറിയാണ് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത്. ഇവിടെ കാണുന്ന ഇത് വെബ്സൈറ്റിന്റെ ഒരു പേജ് ആണ് കാണിക്കുന്നത്. ഇവിടെ പ്രൊഡക്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 2000-ൽ പരം പ്രൊഡക്റ്റുകളാണ്, PLR പ്രൊഡക്റ്റുകളാണ് ലഭിക്കുന്നത്. അത് ഡിഫറെന്റ് കാറ്റഗറീസിലുള്ള സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറിയിൽ 2000-ൽ പരം PLR പ്രൊഡക്റ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡിഫറെന്റ് കാറ്റഗറികളിലാണ്. ഇ ബുക്ക് രൂപത്തിലും സോഫ്റ്റ്വെയർ രൂപത്തിലും ഓൺലൈൻ കോഴ്സസ്, ഓഡിയോ, വീഡിയോ, ഗ്രാഫിക്, ടെംപ്ലേറ്റ്സ്, പല ഫോർമാറ്റുകളിലാണ് ഇവിടെ ലഭിക്കുന്നത്. ഇത്തരം ബുക്കുകൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ബുക്കുകളാണ്. ഒന്നാമത്തെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മോട്ടിവേഷൻ ടിപ്സ് ആണ്, അതിനെക്കുറിച്ച് നമുക്ക് വളരെയധികം പഠിക്കാൻ പറ്റും. ഇന്റർനെറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബുക്കാണിത്. നീ പെയിൻ, നമുക്ക് മുട്ടുവേദന ഉണ്ടെങ്കിൽ അതിന് എന്താണ് റെമഡീസ്, അതിനെക്കുറിച്ചുള്ള കോണ്ടന്റുകളാണ് ഉള്ളത്. സിംപ്ലി സ്ലിം, ലേഡീസിനൊക്കെ വണ്ണം കുറയ്ക്കണമെങ്കിൽ അത് ഏത് രീതിയിലൊക്കെ ചെയ്യാം. ഇവിടെ ഗാർഡനിങ് കോഴ്സ്, നമുക്ക് എങ്ങനെ ഗാർഡനിങ് ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രീഷൻ, പ്രഗ്നൻസിയിൽ ബിറ്റ്കോയിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഫിറ്റ്നസ് ഉണ്ട്. ഇവിടെ പലവിധം കോണ്ടന്റുകളാണ് ഇവിടെ ഉള്ളത്. യോഗയെ കുറിച്ച് പഠിക്കാൻ പറ്റും, എങ്ങനെ നമുക്ക് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, പ്രഗ്നൻസിയിൽ എന്തൊക്കെയാണ് ലേഡീസിന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചൊക്കെ വിവിധ തരം ബുക്കുകളാണ്. ഇതെല്ലാം ഇംഗ്ലീഷിലാണ് ഉള്ളത്. ഇതുവരെ വിദേശ കമ്പനികൾ മാത്രമാണ് PLR പ്രൊഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ കമ്പനിയാണ് സോബാക്സ് PLR പ്രൊഡക്റ്റുമായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. പ്രീമിയം ക്ലബ്ബ് മെമ്പർഷിപ്പിന് 1180 രൂപയാണ് ഇൻക്ലൂഡിംഗ് GST. സോബാക്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്? ഏതൊരു വ്യക്തിയും സോബാക്സ് ഡിജിറ്റൽ ലൈബ്രറിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരെ അഫിലിയേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അഫിലിയേറ്റിന് എത്ര ആളുകളെ വേണമെങ്കിലും ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം. ഡയറക്റ്റ് ആയിട്ടുള്ള ഓരോ റെഫറൽ 400 രൂപ വീതം കമ്മീഷൻ ആണ് ലഭിക്കുന്നത്. 40% ഡയറക്റ്റ് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. മിനിമം 3 മെമ്പേഴ്സിനെങ്കിലും ഇൻവൈറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെ എന്റർപ്രണർ എന്ന് അറിയപ്പെടും. എന്റർപ്രണറിന് വളരെ വലിയ ഇൻകം ആണ് സോബാക്സിലൂടെ ലഭിക്കുന്നത്. പ്രീമിയം ക്ലബ് എന്റർപ്രണേഴ്സിന് മന്ത്ലി റിവാർഡ്സ് ആയിട്ട്, അതായത് പാസീവ് ഇൻകം, കമ്പനിയുടെ ഒരു പ്രോഫിറ്റ് ആണ് എന്റർപ്രണേഴ്സിന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഓരോ മാസവും 14,76,150 രൂപ വീതം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഒരു മാസമല്ല, ഓരോ മാസവും ഏൺ ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് ഓരോ മാസവും നമുക്ക് ലഭിക്കുന്നത് എന്നതിനെ കുറിച്ച് പല ആളുകൾക്കും സംശയമാണ്. അത് ഞാൻ ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ 100% ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ നടക്കുന്നത്. കാരണം ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്, വൺ ടൈം കോസ്റ്റ് ആണ് നമുക്ക് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഡിജിറ്റൽ ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് ആകുന്ന ആളുകൾക്ക് ഫുള്ളി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. 1000 rupees ആണ് മെമ്പർഷിപ്പ് കോസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ 100% ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നിങ്ങൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കിയിരിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോസസ് ആണ്. 45%, അതായത് 450 രൂപ പാസീവ്
പാസീവ് ഇൻകം ആയിട്ട് കമ്പനിയുടെ പ്രോഫിറ്റ് ആണ്. ഈ എന്റർപ്രണേഴ്സിന് മാത്രമാണ് ഇത് ലഭിക്കുന്നത്. അഫിലിയേറ്റ്സിന് ഈ പാസീവ് ഇൻകം ലഭിക്കത്തില്ല. മിനിമം 3 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് എന്റർപ്രണേഴ്സ്. അവർക്ക് മാത്രമാണ് ഈ വരുമാനം ലഭിക്കുന്നത്, പാസീവ് ഇൻകം. അത് 45% പാസീവ് ഇൻകം രൂപത്തിൽ എന്റർപ്രണേഴ്സിന് ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. 40%, അതായത് 400 രൂപ അഫിലിയേറ്റ് കമ്മീഷനായിട്ട്, എത്ര പേരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റെഫർ ചെയ്യാം, അത് അവർക്ക് അഫിലിയേറ്റ് കമ്മീഷനായിട്ട് കൊടുക്കുന്നുണ്ട്. 6%, അതായത് 60 രൂപ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ഫണ്ടിലേക്കാണ് മാറുന്നത്. 3%, 30 രൂപ പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് ആപ്ലിക്കബിൾ ആണ്. 2%, അതായത് 20 രൂപ ചാരിറ്റി ഫണ്ടിലേക്കാണ് പോകുന്നത്. സോബാക്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് സോബാക്സിനുണ്ട്. 2%, അതായത് 20 രൂപ ESI PF സാലറി ഫണ്ടിലേക്ക്. ഇവിടെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു ഓൺലൈനിലും ബിസിനസ്സിലും കൊടുക്കാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. കാരണം കമ്പനിയുടെ പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ആകാനും അവർക്ക് മന്ത്ലി സാലറി ESI PF ബെനിഫിറ്റ് ലഭിക്കാനും കഴിയും സോബാക്സിലൂടെ. പിന്നീടുള്ള 2%, അതായത് 20 രൂപ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഫണ്ടിലേക്കാണ്, കമ്പനിയുടെ പ്രൊമോഷൻ മെറ്റീരിയലിന് വേണ്ടി മാത്രമാണ് ഇത് മാറ്റിവെക്കുന്നത്. അപ്പം ഓരോ വ്യക്തികൾക്കും എന്റർപ്രണേഴ്സിനും എവറി മന്ത് 10 ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് ഒരു പ്രോഗ്രാം ആണിത്. അപ്പൊ നിങ്ങൾക്ക് ഒരാൾക്ക് ഇതിനകത്ത് സംശയിക്കേണ്ട കാര്യമില്ല എന്നതാണ് ഏറ്റവും പ്രാധാന്യം. ഇവിടെ 100% നിങ്ങൾ ഇത് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ ഇത് 100%, അതായത് 1000 രൂപ ഫുള്ളി ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നടക്കുന്നത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ, അതായത് എവറി മന്ത് എങ്ങനെ നമുക്ക് പാസീവ് ഇൻകം ലഭിക്കുമെന്ന് പല ആളുകൾക്കും ഇന്നും അറിയുന്നില്ല. അപ്പൊ ഈ ഒരു പ്ലാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 500 രൂപ ഇവിടെ ഈടാക്കുന്നുണ്ട്. 500 രൂപ ഏത് രീതിയിലാണ് ഈടാക്കുന്നത് എന്നൂടെ മനസ്സിലാക്കുക. 500 രൂപ വാങ്ങുന്നതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം മനസ്സിലാക്കിയ ശേഷം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് 500 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് എന്നൂടെ നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ 500 രൂപ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആദ്യം നമ്മൾ മനസ്സിലാക്കുക. 500 രൂപയിൽ 450 രൂപ, അതായത് 90% പാസീവ് ഇൻകം അല്ലെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് ആണ് എവരി മന്ത് എന്റർപ്രണേഴ്സിന് ഷെയർ ചെയ്യുന്നത്. 6% ആയിട്ടുള്ള 30 രൂപ ലൈഫ് സ്റ്റൈൽ റിവാർഡ് ഫണ്ടിലേക്ക് പോകും. 2%, അതായത് 10 രൂപ ചാരിറ്റി ഫണ്ടിലേക്കാണ് പോകുന്നത്. 2% ആയിട്ടുള്ള 10 രൂപ കമ്പനിയുടെ ഫ്രാഞ്ചൈസി ഫണ്ടിലേക്ക് മാറുന്നുണ്ട്. ഇവിടെയും എവരി മന്ത് എന്റർപ്രണേഴ്സിന് 10 ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഈ 500 രൂപ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നതിലൂടെ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യുന്നത്? പല ആളുകൾക്കും ഇവിടെ സംശയമുണ്ട്. അപ്പൊ ഈ ഒരു പോർഷൻ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് ഫസ്റ്റ് മന്തിൽ ഒരാൾ ഇവിടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്തതിനു ശേഷം 3 മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ഇവർ എന്റർപ്രണർ ആകുന്നത്. അപ്പൊ ആദ്യത്തെ ആഴ്ചയിൽ 3 പേരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എങ്കിൽ അവർക്ക് 3 പേരിൽ നിന്നുള്ള ഡയറക്റ്റ് കമ്മീഷൻ ലഭിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് അവർക്ക് പാസീവ് ഇൻകം, അതായത് അവർ എന്റർപ്രണർ ആയി 3 മെമ്പേഴ്സിനെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ എന്റർപ്രണർ ആയതുകൊണ്ട് കമ്പനിയുടെ പ്രോഫിറ്റ്, അതായത് 3 പേരെ ജോയിൻ ചെയ്തു, അപ്പൊ കമ്പനിക്ക് ലഭിച്ച പ്രോഫിറ്റ് ഷെയറിന്റെ ഒരു അവകാശിയും കൂടെ ആകുകയാണ്. അതായത് പാസീവ് ഇൻകം രൂപത്തിൽ നമ്മളുടെ പ്രോഫിറ്റ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. 50 രൂപ വീതം 3 മെമ്പേഴ്സിന് ലഭിക്കുമ്പോൾ 150 രൂപ. ടീമിൽ 3 മെമ്പേഴ്സ് മാത്രമാണ് ആയിട്ടുള്ളത് ആദ്യത്തെ ആഴ്ചയിൽ. സെക്കൻഡ് വീക്കിൽ ഈ 3 പേരും ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഓരോ വ്യക്തികളും ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഈ 3 മെമ്പേഴ്സ് നെക്സ്റ്റ് വീക്കിൽ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് വീക്കിൽ ടീമിൽ 9 പേരുടെ ആഡായിട്ടുണ്ട്. ഈ 9 പേര് ആഡാകുമ്പോഴും അവിടെ നിന്ന് 50 റുപ്പീസ് ഈച്ച്, അതായത് 450 രൂപ വീണ്ടും നമുക്ക് ക്രിയേഷൻ ആയി സെക്കൻഡ് വീക്കിൽ. ഇപ്പൊ നമ്മുടെ ടീമിൽ ടോട്ടൽ 12 മെമ്പേഴ്സ് വന്നു. ടോട്ടൽ എമൗണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത് 600 രൂപയാണ്. ഈ 600 രൂപ നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്ന സമയത്ത് അതിൽ നിന്ന് 500 രൂപ റിസർവിലേക്ക് മാറ്റും, അതായത് നെക്സ്റ്റ് മന്ത് സബ്സ്ക്രിപ്ഷന് വേണ്ടി. അപ്പൊ നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ ടീമിലുള്ളവരുടെയും ഇതേ രീതിയിലാണ് ഇവിടെ മാറുന്നത്. ആ ഒരു മണി ജനറേഷൻ ഇവിടെ കണ്ടിന്യൂ പ്രോസസ്സായി നടക്കും. എവരി മന്ത് നമുക്ക് ഇൻകം ആണ് അതിലൂടെ ലഭിക്കുന്നത്. പിന്നെ തേർഡ് വീക്കിൽ 3 പേര് വീതം കൂടുതൽ വരുമ്പോൾ 27 ന്യൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ ടീമിലാകുന്നത്. 50 രൂപ ലഭിക്കുമ്പോൾ 1350 രൂപ. നമ്മുടെ ടീമിൽ ടോട്ടൽ മെമ്പേഴ്സ് ആയിട്ടുണ്ട് 39 ആളുകൾ. 39 ആളുകളിൽ നിന്ന് നമുക്ക് ടോട്ടൽ നമുക്ക് ലഭിക്കുന്നത് 1950 രൂപയാണ്. ഇത് ഓരോന്നും അക്യുമുലേഷൻ ചെയ്യുന്ന കാൽക്കുലേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. തേർഡ് വീക്കിൽ വന്ന 27 പേര് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫോർത്ത് വീക്കിൽ 81 മെമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ ആഴ്ചത്തെ വരുമാനം എന്ന് പറയുന്നത് 4050 രൂപയാണ്. നമ്മുടെ ടീമിൽ ടോട്ടൽ 120 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. 6000 രൂപ അവിടെ വരുമാനമാണ്. അപ്പൊ ആദ്യത്തെ ഒരു മാസം 4 ആഴ്ച കൊണ്ട് ആദ്യത്തെ ഒരു മാസം നമ്മുടെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 6000 രൂപയാണ് അവിടെ വരുമാനം. അതിൽ 500 രൂപ സബ്സ്ക്രിപ്ഷൻ പോയതിനു ശേഷം 5500 രൂപയാണ് നമുക്ക് ലഭിക്കേണ്ടത്. ഇനി സെക്കൻഡ് മന്തിൽ ആദ്യത്തെ ആ വ്യക്തികൾ അതേപോലെ തന്നെ നമ്മുടെ ട്രീയിൽ തന്നെയുണ്ട്. അവരും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും അവിടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആണ്. അപ്പൊ ആദ്യത്തെ സെക്കൻഡ് മാസത്തിലും ആദ്യത്തെ ആഴ്ചയിൽ കാൽക്കുലേഷൻ ചെയ്യുക. അവിടെ ആ 3 പേരും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നത് കൊണ്ട് കമ്പനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ്, അതായത് 500 രൂപയുടെ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 450 രൂപയാണ് ഡിസ്ട്രിബ്യൂഷൻ. 9 ലെവലുകളിലേക്കാണ്
ഇത് കൊടുക്കുന്നത്. അപ്പൊ 50 രൂപ വീതം 150 രൂപ വരുമാനമായി. സെക്കൻഡ് വീക്കിൽ ആദ്യത്തെ ചേർന്ന 9 പേര് അവർ വീണ്ടും സബ്സ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വരുമാനം വീണ്ടും 450 രൂപയായി. 27 പേര് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 1350 രൂപ ലഭിക്കുന്നുണ്ട്. ഫോർത്ത് വീക്കിൽ ചേർന്ന 81 പേര് അവര് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുമ്പോഴും 4050 രൂപ, അതായത് 6000 രൂപ അത് ലഭിക്കുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് മന്ത് എന്ന് പറയുന്നത് ഇതിന് ശേഷമാണ്. സെക്കൻഡ് മന്തിലെ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ 5th മുതൽ 9th വരെ വീക്കാണ് നമ്മുടെ സെക്കൻഡ് മന്ത് എന്ന് പറയുന്നത്. ഇത് ആദ്യം കാണിച്ചിരുന്ന 1, 2, 3, 4 വീക്ക് നമ്മുടെ ആദ്യത്തെ മാസത്തെ നമ്മുടെ മെമ്പേഴ്സ് ആണ്. അവര് കണ്ടിന്യൂ നമ്മുടെ ടീമിൽ എപ്പോഴും ഉണ്ടായിരിക്കും. സെക്കൻഡ് മന്തിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആരാണ്? 4ാമത്തെ ആഴ്ച ചേർന്ന 81 മെമ്പേഴ്സ് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ 5th വീക്കിൽ 243 മെമ്പേഴ്സ് വരുന്നത്. പാസീവ് ഇൻകം ആയിട്ട് 50 രൂപ വീതമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ 12150 രൂപ നമ്മുടെ ടീമിൽ 5ാമത്തെ വീക്ക് ആയപ്പോൾ, 5ാമത്തെ വീക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് മന്തിലെ ഫസ്റ്റ് വീക്കാണ്. അവിടെ 363 മെമ്പേഴ്സ് നമ്മുടെ ടീമിലായിട്ടുണ്ട്. ടോട്ടൽ വരുമാനം 18150 രൂപ. ഇനിയും 6ാമത്തെ വീക്ക് എന്ന് പറയുന്നത് സെക്കൻഡ് മന്തിലെ സെക്കൻഡ് വീക്കാണ്. 5ാമത്തെ വീക്കിൽ വന്ന 243 പേര് 3 മെമ്പേഴ്സിനെ വീതമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 6th വീക്കിൽ 729 പുതിയ മെമ്പേഴ്സ് ആണ് വരുന്നത്. 50 രൂപ വീതം നമുക്ക് ലഭിക്കുന്നുണ്ട്. 36450 രൂപ. ടോട്ടൽ നമ്മുടെ ടീമിലാകുന്ന മെമ്പേഴ്സിന്റെ കൗണ്ട് എന്ന് പറയുന്നത് 1092 പേരാണ്. 6ാമത്തെ ആഴ്ചത്തെ വരുമാനം സെക്കൻഡ് മന്തിലെ സെക്കൻഡ് വീക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 54600 രൂപയാണ്. 7th വീക്ക്, അതായത് സെക്കൻഡ് മന്തിലെ 3ാമത്തെ ആഴ്ച 7th വീക്കിൽ നമുക്ക് ലഭിക്കുന്നത് 6ാമത്തെ ആഴ്ച ചേർന്ന 729 മെമ്പേഴ്സ് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 2187 പേരാണ് പുതിയ മെമ്പേഴ്സ് നമ്മുടെ ടീമിലേക്ക് വരുന്നത്. അപ്പൊ 50 രൂപ വീതം വീണ്ടും നമുക്ക് ലഭിക്കുകയാണ്. 1,09,360 രൂപയാണ് നമുക്ക് ആ ആഴ്ചത്തെ വരുമാനം. അപ്പൊ നമ്മുടെ ടീമിൽ ടോട്ടൽ മെമ്പേഴ്സ് ആകുന്നുണ്ട് 3279 മെമ്പേഴ്സ്. 7ാമത്തെ ആഴ്ചയാകുമ്പോൾ, അതായത് സെക്കൻഡ് മന്തിൽ 3rd വീക്ക് ആയപ്പോഴത്തേക്കും നമുക്ക് ലഭിച്ച വരുമാനം 1,63,950 രൂപയാണ്. 8th വീക്ക് സെക്കൻഡ് മന്തിലെ 4ാമത്തെ ആഴ്ച. അപ്പോൾ 7ാമത്തെ ആഴ്ചയിൽ ചേർന്ന വ്യക്തികൾ 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 6561 മെമ്പേഴ്സ് ആണ് 8th വീക്കിൽ നമ്മുടെ ടീമിൽ ഉണ്ടാകുന്നത്. 50 രൂപ വീതം വീണ്ടും നമുക്ക് ലഭിക്കുന്നുണ്ട്. 3,28,050 രൂപ. നമ്മുടെ ടീമിൽ ടോട്ടൽ മെമ്പേഴ്സ് 8ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക് നമ്മുടെ ടീമിൽ വരുന്നത് 9,840 മെമ്പേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ 8ാമത്തെ വീക്ക് ആകുമ്പോഴേക്കും 4,92,000 രൂപ നമുക്ക് അവിടെ വരുമാനമായി. 2 മാസത്തിൽ ഏകദേശം 9 ആഴ്ചകളാണ് ടോട്ടൽ വരുന്നത്. അപ്പൊ നമ്മൾ 2 മാസത്തെ കാൽക്കുലേഷൻ, അപ്പോൾ 9ാമത്തെ ഒരു വീക്കും കൂടെ നമ്മൾ സെക്കൻഡ് മന്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ 9ാമത്തെ വീക്കിൽ നമുക്ക് ലഭിക്കുന്ന വരുമാനം നോക്കാം. 8ാമത്തെ വീക്കിൽ ചേർന്ന 6,561 മെമ്പേഴ്സ് 3 പേരെ വീതം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് 9ാമത്തെ വീക്കിൽ, അതായത് സെക്കൻഡ് മന്തിലെ ലാസ്റ്റ് വീക്കിൽ നമുക്ക് ലഭിക്കുന്നത് ആളുകളുടെ എണ്ണം, നമ്മുടെ ടീമിൽ പുതിയതായിട്ട് വരുന്ന ആളുകളുടെ എണ്ണം 19,683 മെമ്പേഴ്സ് ആണ്. 50 രൂപ വീതം ഇവിടെ വീണ്ടും ലഭിക്കുകയാണ്. ലഭിക്കുന്ന ആ ആഴ്ചയിലെ മാത്രം വരുമാനം നോക്കിക്കഴിഞ്ഞാൽ 9,84,150 രൂപയാണ്. അപ്പൊ നമ്മുടെ ടീം അവിടെ കംപ്ലീറ്റ് ആയി 3/9 ഫോഴ്സ്ഡ് മാട്രിക്സ് പ്ലാൻ അവിടെ കംപ്ലീറ്റ് ആയി. നമുക്ക് ടോട്ടൽ മെമ്പേഴ്സ് എന്ന് പറയുന്നത് 29,523 മെമ്പേഴ്സ് ആണ് അവിടെ വരുന്നത്. അതിൽ നമുക്ക് ടോട്ടൽ ആ മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 14,76,150 രൂപ. ഈ സെക്കൻഡ് മന്തിൽ ഇത്രയും വരുമാനം നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യത്തെ മാസത്തെ നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. സെക്കൻഡ് മന്ത് ആയപ്പോഴത്തേക്കും നമുക്ക് എവരി മന്ത് 14,76,150 രൂപ ലഭിക്കുന്നുണ്ട്. ഇതിൽ 500 രൂപ മാത്രമാണ് 3ാമത്തെ മാസത്തെ സബ്സ്ക്രിപ്ഷന് വേണ്ടി മാറുന്നത്. ബാങ്കിലേക്ക് നമുക്ക് ഡയറക്റ്റ് ലഭിക്കേണ്ട എമൗണ്ട് 14,75,650 രൂപ വീതം എവരി മന്ത് ലഭിക്കുകയാണ്. നിങ്ങളുടെ ടാർഗറ്റ് ഇന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഒരു മാസമല്ല സുഹൃത്തെ, സബ്സ്ക്രിപ്ഷൻ എല്ലാ ആളുകളും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ഇവിടെ ഓരോ മാസവും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇതില് TDS ഉണ്ടാവും. ആസ് പെർ റൂളിൽ അഡ്മിൻ ഫീ ആയിട്ട് 5% ഡിഡക്ഷൻ ഉണ്ടാവും. അപ്പൊ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് വളരെ വേഗം സെക്കൻഡ് മന്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റും.
ഇനിയും മൂന്നാമത്തെ മാസവും ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ടീമിലുള്ള ആ മെമ്പേഴ്സ് ഏകദേശം 29,523 മെമ്പേഴ്സ് വീണ്ടും സബ്സ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് മൂന്നാമത്തെ മാസവും 14,70,650 രൂപ വീണ്ടും ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 500 രൂപ മാത്രം സബ്സ്ക്രിപ്ഷൻ പോയി, അതിന് ബാക്കിയാണ് ഈ എമൗണ്ട്. ഇതുപോലെ നാലാമത്തെ മാസവും സെയിം ഇതുപോലെ തന്നെയാണ്. വീണ്ടും നമുക്ക് ഇൻകം ആണ്. ആ മാസവും 14 ലക്ഷം അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ടാർഗറ്റ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓരോ വ്യക്തികളും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് പാസീവ് ഇൻകം ലഭിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് സുഹൃത്തുക്കളെ ഇത്. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് പ്ലാറ്റ്ഫോം പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇന്ന് ലോകത്തിലില്ല. അതുപോലെ തന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നത് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. ഓരോ വ്യക്തികളുടെയും ഫസ്റ്റ് ലെവലിൽ 3 മെമ്പേഴ്സ് മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അതായത് 3/9 ഫോഴ്സ്ഡ് മാട്രിക്സ് പ്ലാൻ ആണ്. ഫസ്റ്റ് ലെവലിൽ 3 മെമ്പേഴ്സ്, സെക്കൻഡ് ലെവൽ 9. അതിന്റെ മാട്രിക്സ് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്ന 9 ലെവലിലെ ആളുകൾ 29,523 ആളുകൾ മാത്രമായിരിക്കും നമ്മുടെ ആ ഒരു ട്രീക്കുള്ളിൽ കാണുന്നത്. ഇതിനിടയ്ക്ക് തന്നെ നമുക്ക് ഓട്ടോ പൂളുകളിലേക്കും പോകാനുള്ള അവസരങ്ങളുണ്ട്. വളരെയധികം ലൈഫ് സ്റ്റൈൽ റിവാർഡ്സുകൾ ലഭിക്കാനുള്ള അവസരങ്ങളും ഇതിനിടയ്ക്ക് തന്നെയുണ്ട്. ഇതാണ് കാൽക്കുലേഷൻ. ഞാനിത് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ചാർട്ട് തന്നെയാണ്. 9 ലെവലിലെ ആളുകളിൽ നിന്നാണ് നമുക്ക് വരുമാനം ലഭിക്കുന്നത്. ഇത്രയും ആളിൽ നിന്ന് 50 റുപ്പീസ് ഈച്ച് ആണ് നമുക്ക് ആ മാസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ സബ്സ്ക്രിപ്ഷൻ കൊടുക്കുന്നവരായിരിക്കും എവരി മന്ത്. അവരുടെ ടീം വളരുന്നതനുസരിച്ച് എവരി മന്ത് സബ്സ്ക്രിപ്ഷനും ഓട്ടോമാറ്റിക് ആണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഡിഡക്ഷൻ ആകുന്നത്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരു വർക്കും ചെയ്യേണ്ട കാര്യമില്ല. സബ്സ്ക്രിപ്ഷൻ 500 രൂപ വാങ്ങുന്നതിൽ 450 രൂപ കമ്പനി പ്രോഫിറ്റ് ഷെയർ ചെയ്യാണ് പാസീവ് ഇൻകം രൂപത്തിൽ 9 ലെവലുകളിലേക്ക്. വളരെ ഈസി ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്ത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവർക്കും വരുമാനമാകട്ടെ. ഓട്ടോപോൾ ക്ലബ്ബുകൾ 6 ക്ലബ്ബുകളുണ്ട്. അതിൽ നിന്ന് നമുക്ക് വളരെയധികം ഇൻകം ആണ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങളുടെ ടീമിൽ 120 പേരാകുമ്പോൾ ഓട്ടോ പൂളിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ബ്രോൺസ് ക്ലബിലേക്ക് അവിടെ ഡബിൾ ആണ് വരുമാനം. പ്രീമിയം ക്ലബിൽ കിട്ടുന്നതിന്റെ ഡബിൾ ആണ് അവിടെ നിന്നും വരുമാനം കിട്ടുന്നത്. അഡീഷൻ നമുക്ക് പുതിയ ആളുകളൊന്നും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഓൺലി പ്രീമിയം ക്ലബ്ബ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക. വളരെ നല്ലൊരു ഇൻകം ഇവിടെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഓട്ടോ പൂളുകളിൽ ഓട്ടോമാറ്റിക് നമുക്ക് അതിലെയും ഇൻകം ജനറേഷൻ ആയിക്കൊണ്ടിരിക്കും. ഇനിയും ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീമിയം ക്ലബ്ബ് എന്റർപ്രണേഴ്സിന്റെ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് 10,000 രൂപ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ആണ് ലഭിക്കുന്നത്. അവരുടെ ടീം 3000 പേരുടെ ടീം ആകുമ്പോഴാണ് അവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ റിവാർഡ്സ് ലഭിക്കുന്നത്. ഇനിയും 60,000 രൂപ അല്ലെങ്കിൽ ഒരു iPhone 8 ലഭിക്കുന്നുണ്ട്. അതിനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഡൗൺലൈനിലെ 10,000 മെമ്പേഴ്സ് ആകുമ്പോഴാണ്. 25,000 പേരുടെ ടീം നിങ്ങൾ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലഭിക്കും. ടീമിന്റെ ഡെവലപ്മെന്റും നമുക്ക് കിട്ടുന്ന ലൈഫ് സ്റ്റൈൽ റിവാർഡ്സുകളാണ്. ഓരോ ക്ലബിലും കൂടുതൽ ലൈഫ് സ്റ്റൈൽ റിവാർഡ്സുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 100 മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ ആ 100 മെമ്പേഴ്സിന്റെ ഡയറക്റ്റ് കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് 40,000 രൂപ. കൂടാതെ നിങ്ങളുടെ ടീം 10,000 പേരുടെ ടീം ആകുമ്പോൾ കമ്പനിയുടെ പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് നിങ്ങളെ അപ്പോയിന്റ്മെന്റ് ചെയ്യും. അഡീഷണൽ നിങ്ങൾക്ക് സാലറി ലഭിക്കും. ESI PF ബെനിഫിറ്റും ലഭിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയാണ് അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ കമ്പനി ഓൺലൈൻ കമ്പനികളായിരിക്കും സോബാക്സ് പെർമനന്റ് സ്റ്റാഫിന് ഫിക്സ്ഡ് സാലറി ESI PF ബെനിഫിറ്റ് നൽകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കുക. നവംബർ ലാസ്റ്റ് വീക്കിൽ ഇതിന്റെ ലോഞ്ചിങ് ഉണ്ടാവും. നിങ്ങൾ ഇപ്പോൾ തന്നെ വളരെ നല്ലൊരു ടീം ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഒരു 3 പേരെ മാത്രം ഫോക്കസ് ചെയ്യാതെ മാക്സിമം ഡയറക്റ്റ് റെഫർ ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ ട്രീക്കുള്ളിൽ തന്നെ ആയിരിക്കും വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും. എവരി മന്ത് ആണ് സുഹൃത്തുക്കളെ ഇവിടെ വരുമാനം ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നവരാകട്ടെ നിങ്ങൾക്ക് പാസീവ് ഇൻകം രൂപത്തിൽ ഓരോ മാസവും 14 ലക്ഷം രൂപ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ധനികനായി മാറും നിങ്ങൾ. അതിന് യാതൊരു സംശയമില്ല. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. ഇന്ന് തന്നെ ടീം ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ട്. ഞാൻ തന്നെയാണ് സുനിൽ ഇടമുറി, സോബാക്സിന്റെ ഫൗണ്ടർ ആൻഡ് CEO. ഈ ഒരു സിസ്റ്റം മാത്രമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ജനങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഇതിന്റെ പ്ലാൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ജനങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏതൊരു പാവപ്പെട്ട വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലൂടെ ഓരോ മാസവും നല്ല ഇൻകം അച്ചീവ് ചെയ്യാൻ പറ്റും. അതിൽ യാതൊരു സംശയമില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ഒരു ബിസിനസ് നടക്കുന്നത്. അപ്പം നവംബർ ലാസ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. കൂടുതൽ ആളുകളെ ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യുക. ഡയറക്റ്റ് കമ്മീഷൻ മാക്സിമം ഡയറക്റ്റ് കമ്മീഷൻ നിങ്ങൾ ഏൺ ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.